വിദേശ രാജ്യങ്ങളുമായുള്ള ആഗോള വ്യാപാര കരാറുകൾ മൂലം കർഷകർക്കുണ്ടാകുന്ന പ്രതിസന്ധിയിൽ ഇടപെടാൻ തീരുമാനിച്ചു കേരളം. കരാറുകളുടെയും ഇറക്കുമതിയുടെയും ആഘാതം പഠിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകാനാണ് തീരുമാനം. ഇതിനായി സർക്കാർ 6 അംഗ ഉന്നത സമിതിയെ നിയോഗിച്ചു. അടുത്തിടെ കൃഷിമന്ത്രി പി പ്രസാദ് വിളിച്ച യോഗത്തിൽ ചില ആശങ്കകൾ ഉയർന്നുവന്നു. ആഗോള സ്വതന്ത്ര വ്യാപാര കരാറുകൾ കർഷകരെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നതായിരുന്നു ആശങ്ക. സ്വതന്ത്ര വ്യാപാര കരാറുകളെ തുടർന്ന് റബ്ബറും നാളികേരവും കുരുമുളകും അടക്കമുള്ളവ ഇറക്കുമതി ചെയ്ത് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയ്ക്ക് കാരണമായേക്കാമെന്നാണ് വിലയിരുത്തപ്പെട്ടത്. ഇത്തരം കരാറുകൾ എങ്ങനെയാണ് കർഷകരെ ബാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. കാരണം ഇറക്കുമതി കൂടുതലാവുമ്പോൾ തദ്ദേശീയമായി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്ന അവസ്ഥയുണ്ടാവും. റബ്ബറിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ നമ്മളത് കണ്ടതാണ്. മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അതുകൂടി മനസ്സിലാക്കുക എന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. കർഷകരുടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും മുൻതൂക്കം നൽകിയാണ് പഠനം നടത്തുന്നതെങ്കിലും സ്വതന്ത്ര വ്യാപാര കരാറുകൾ കാർഷിക മേഖലയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്നും സമിതി പഠിക്കും. കൃഷിക്കാരനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യം എന്നുള്ള ഇടത്തിൽ നമ്മളുടെ വ്യാപാര കരാറുകൾ കാർഷിക മേഖലയിൽ എങ്ങനെയാണ് അതിപ്പോൾ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്, യാഥാർത്ഥ്യം ഇങ്ങനെയാണ് എന്നുള്ളത് എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കൃഷിവകുപ്പ് സ്പെഷ്യൽ ഓഫീസറാണ് സമിതി കൺവീനർ. കൃഷിവകുപ്പ് ഡയറക്ടർ, മണ്ണു പര്യവേഷണ സംരക്ഷണ വകുപ്പ് ഡയറക്ടർ, സംസ്ഥാന ആസൂത്രണ ബോർഡ് കാർഷിക വിഭാഗം ചീഫ്, കേരള കാർഷിക സർവകലാശാല റിസർച്ച് ഡയറക്ടർ, സംസ്ഥാന കാർഷിക വില നിയന്ത്രണ ബോർഡ് ചെയർമാൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ. വിഷയത്തിൽ കൃത്യമായ ഇടവേളകളിൽ തുടർ പഠനം നടത്താനും തീരുമാനമായിട്ടുണ്ട്. സ്വാന്തന സാജു, മീഡിയ 1, തിരുവനന്തപുരം.